ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഡേ 3യിലേക്ക് സ്വാഗതം. ഡേ 3യിൽ നമ്മൾ പോയത് ജയ്പൂർ സിറ്റിയിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ട് അവിടെയുള്ള കുറച്ചും കൂടി സ്ഥലങ്ങൾ, കുറച്ചും കൂടി ഹൈലൈറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ കാണുന്നുണ്ട്. എല്ലാവരും റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഹവാ മഹൽ, സിറ്റി പാലസ്, ജന്തർ മന്ദർ. അപ്പോൾ ഇത് മൂന്നും കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. ഇതാണ് സിറ്റി പാലസിൻ്റെ എൻട്രൻസ്. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ വേറൊരു നാഗർ ഫോർട്ട് കൂടി ഉണ്ട്. അതിൻ്റെയും കൂടെ കോമ്പോസിലായിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും. 300 റുപ്പീസാണ് അതിന് വരുന്നത്. ഇത് കൊട്ടാരത്തിന്റെ ആ ഒരു പാലസിന്റെ പുറത്തുള്ള പെർമിസസിൽ മാത്രം കയറാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് ആണ്. അകത്തേക്ക് നമുക്ക് കയറണം എന്നുണ്ടെങ്കിൽ 3000 പെർ ഹെഡോ അങ്ങനെ എന്തോ ആണ് വരുന്നത്. അതിപ്പോഴും അവിടെ രാജവംശത്തിൽപ്പെട്ട ആൾക്കാർ താമസിക്കുന്നുണ്ട്. അവർ അവിടെ താമസിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അത്രയും പൈസ കൊടുക്കേണ്ടി വരുന്നത് അവിടെ കയറാൻ വേണ്ടിയിട്ട്. നമ്മൾ അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് ഈ കൊട്ടാരത്തിന്റെ പുറത്തുള്ള പ്രമിസസിൽ മാത്രമേ പോയിട്ടുള്ളൂ. അപ്പൊ ഇത് കൊട്ടാരത്തിന്റെ എൻട്രൻസും അതിനകത്തുള്ള കാര്യങ്ങളുമാണ്. അവിടെ പഴയ കാലത്തുള്ള വണ്ടികളുണ്ട്. പിന്നെ ഇപ്പൊ അവിടെ റെനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് അതവിടെ ഷീറ്റ് ഇട്ടിട്ട് അവിടെ റെനോവേഷൻ നടക്കുന്നുണ്ട്. നമ്മളിത് അകത്ത് കയറി കഴിയുമ്പോൾ ഇത് അവരുടെ ഒരു ഹാളാണ്. അപ്പൊ ഹാളിലേക്കുള്ള എൻട്രൻസ് ആണത്. അപ്പൊ ജസ്റ്റ് നമുക്ക് അവിടെ ഇങ്ങനെ ചുറ്റിക്കറിയാൻ കാണുന്ന സമയത്ത് അവിടെയുള്ള ആൾക്കാർ ഇപ്പോഴും രാജവംശത്തിലെ ആൾക്കാർ അവിടെ താമസിക്കുന്നതുകൊണ്ട് അവരിപ്പോഴും തലയിൽ ആ തലപ്പാവ് കെട്ടി നീളത്തിലുള്ള ആ ഒരു ഷാള് പോലെ നീളത്തിലൊക്കെ ഇട്ടിട്ടാണ് അവരിപ്പോഴും അവിടെ ഉള്ളത്. അപ്പൊ നമ്മൾ അതൊക്കെ കണ്ടു. അവരിപ്പോൾ അവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഇനിയും ഭംഗിയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കുറേ കളേഴ്സ് ഉള്ള നല്ല വൈബ്രന്റ് ആയിട്ടുള്ള കളേഴ്സ് ഉള്ള സ്ഥലങ്ങളുണ്ട്. അപ്പൊ നമ്മൾ അതൊന്നും ഞാനത് ഫോട്ടോസിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്കതൊന്നും കാണാൻ പറ്റില്ല. കാരണം പെർ ഹെഡ് 3000 കൊടുത്തിട്ടൊക്കെ കയറണം എന്ന് എനിക്ക് തോന്നിയില്ല. കാര്യം നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ ഇതുപോലെ പാലസ് ഫോർട്ട് ഒക്കെ കാണുമ്പോൾ ഏകദേശം എല്ലായിടത്തും ഒരുപോലെയാണ്. പക്ഷെ ജയ്പൂരിൽ കുറച്ചും കൂടെ കളേഴ്സ് അവർ യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പം അത് കാണാൻ രസമായിരിക്കും. പക്ഷെ അത് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അതിന് വേണ്ടി അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. ഇത് നന്നായിട്ട് വരുന്നവരാണെങ്കിൽ അതൊക്കെ നമുക്ക് യൂസ് ആവും. പിന്നെ അവിടെ കുറേ പഴയ കാലത്ത് അവർ യൂസ് ചെയ്തിരുന്ന സാധനങ്ങൾ, പഴയ വാള്, പരിച, തോക്കുകൾ, ഇതൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അതൊക്കെ കണ്ടു. പിന്നെ അവിടെ പണ്ട് മാൻസിംഗ് എന്തായിരുന്നു ഒരു പ്രതാപ് സിംഗ് ആണ്. എന്റെ പേര് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അദ്ദേഹമാണ് ഈ കൊട്ടാരമൊക്കെ ഉണ്ടാക്കിയതും ഈ ഹവാ മഹൽ മഹാരാജ ആ രാജാവാണ് ഈ കൊട്ടാരങ്ങളൊക്കെ ഉണ്ടാക്കിയതും. ഹവാ മഹൽ, ജന്തർ മന്ദിരം ഒക്കെ അവിടെ ക്രിയേറ്റ് ചെയ്തു. ജയ്പൂർ സാധനങ്ങൾ അവിടെ കൊണ്ടുവന്നിട്ടുള്ള രാജാവാണ്. അപ്പൊ ഈ രാജാവ് താമസിച്ചിരുന്ന കൊട്ടാരമാണിത്. ഇപ്പോഴും ഇന്ത്യ ഗവൺമെന്റിന്റെ അണ്ടറിലാണ് ഇത് ഉള്ളത് എന്നുണ്ടെങ്കിലും രാജവംശത്തിൽപ്പെട്ട ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ട്. അപ്പൊ അവരെയും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഈ ആൾക്കാർക്ക് ഇത് കാണാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിനകത്ത് പിന്നെ വേറൊരു മ്യൂസിയം കൂടിയുണ്ട്. ആ മ്യൂസിയത്തിനകത്ത് പണ്ടുള്ള രാജാക്കന്മാർ യൂസ് ചെയ്തിരുന്ന ഡ്രസ്സ്, അവർ യൂസ് ചെയ്തിരുന്ന പാത്രങ്ങള്, അവിടുത്തെ രാജകുമാരിമാര്, രാജ്ഞിമാര് ഒക്കെ യൂസ് ചെയ്തിരുന്ന പലതരത്തിലുള്ള ഷാളുകള്, ഡ്രസ്സുകള്, ഓർണമെന്റ്സ് ലൈക്ക് ചെറിയ കല്ല് വെച്ച വളകള്, മാലകള്, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ജസ്റ്റ് നമുക്ക് കാണാനേ പറ്റൂ. വീഡിയോ എടുക്കാൻ അവിടെ പെർമിഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വീഡിയോ എടുക്കാതിരുന്നത്. പിന്നെ ഇതേ കണ്ട ഈ ലൈറ്റ്, ഇതിനൊക്കെ റോയൽ ഫീൽ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളൊരു ലൈറ്റ് പുറത്ത് മേടിക്കാൻ പോകുമ്പോൾ എത്രത്തോളം വിലയാവുമെന്ന് നമുക്കറിയാം. അത്രയും ഭംഗിയുള്ള കുറേ ലൈറ്റുകൾ അവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഈ പണ്ടുള്ള ഈ ആർക്കിടെക്ചർ തന്നെയാണ് ഇപ്പോഴുള്ള ആൾക്കാർ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഭംഗി നമുക്ക് എത്ര കാലം കഴിഞ്ഞാലും നമ്മളെ കൊണ്ട് പോവില്ല. അപ്പൊ ഇതൊക്കെ വീണ്ടും പരമ്പരാഗതമായിട്ട് വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലത്തെ അവിടുത്തെ വാതിലാണ് കേട്ടോ അത്. വാതിലുകളുണ്ട് അവിടെ ഇപ്പോഴും. ആ ഒരു രാജാവ് ഉള്ളത് കൊണ്ട് അവിടെ ഇപ്പോഴും ആ സെക്യൂരിറ്റിയും മീൻസ് അവിടെയുള്ള പണിയെടുക്കുന്ന പണിക്കാരും ഒക്കെ ഉണ്ട്. പിന്നെ ആൾക്കാർക്ക് ട്രാവലിങ്ങിന് വേണ്ടിയിട്ട് അവിടെ ഈ ഒരു സർവീസ് ഉണ്ട് കേട്ടോ. ഒരു വണ്ടി, അത് അകത്ത് പ്രൈവറ്റ് കാറും നമുക്ക് കയറാൻ പറ്റും. പക്ഷെ അതിന് പ്രത്യേക പൈസ കൊടുക്കണമെന്നേ ഉള്ളൂ. നമ്മളവിടെ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റി അവിടെയുള്ള ആൾക്കാരെ. ഞാനൊരു വേറെ കണ്ട വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അവിടെ ഒരു കേക്ക് കൊണ്ടുവരുന്നു, 65 ബർത്ത്ഡേ. അപ്പൊ ഈ പണിക്കാരത്തൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അവിടെ അകത്ത് ആരുടെ ഒരു ബർത്ത്ഡേ ആണ്, ഞാനും കുറച്ച് ഏജ് ആയിട്ടുള്ള ഒരാളുടെ ആണ്. അപ്പൊ അതൊക്കെ അവരവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവരും ഇതിന്റെ കൂടെ ഇതിനകത്ത് അവരും താമസിക്കുന്നത്. അപ്പൊ കുറച്ച് പേര് മാത്രം എൻട്രി അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടായിരിക്കാം ഇത്രയും പൈസ അവർ കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ സിറ്റി പാലസ് നമ്മൾ കുറച്ച് ഇത്രയും പേര് ഇതല്ല സിറ്റി പാലസ്, മീൻസ് ഇത് മാത്രമല്ല സിറ്റി പാലസ്. അകത്ത് ഇനി ഒരുപാടുണ്ട്. അപ്പൊ അത് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ക്യാഷ് കൊടുക്കേണ്ടി വരുന്നതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. ഇനി ആരെങ്കിലും വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ കാണാൻ കയറാം കേട്ടോ. അപ്പൊ രാജസ്ഥാൻ എന്ന് പറയുന്നത് മരുഭൂമി മാത്രമുള്ള ഒരു സ്ഥലമല്ല. ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് എന്നുള്ളത് കുറച്ച് പേർക്കെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. കാര്യം രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ എല്ലാവരും എന്നിട്ടൊരു ആള് പറയുകയും ചെയ്തു, നമ്മളെ വീഡിയോ കാണുമ്പോഴാണ് ഇപ്പൊ മനസ്സിലായത്. അല്ലാണ്ട് നമ്മൾ വിചാരിക്കുന്ന രാജസ്ഥാൻ എന്ന് പറയുന്നത് ഒരു വരണ്ട മരുഭൂമിയാണെന്നാണ്. പക്ഷെ സത്യം അതല്ല.
രാജസ്ഥാനിൽ ചെറിയൊരു പാർട്ട് മാത്രമാണ് ഈ മരുഭൂമി. നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ആ ജയ്സാൽമേർ എന്ന് പറയുന്ന താർ ഡെസേർട്ടിലേക്കാണ്. അതൊരു ചെറിയൊരു പാർട്ട് മാത്രമാണ്. വൈഡായിട്ട് സ്പ്രെഡായിട്ട് കിട്ടുന്ന ഒരു വലിയ ഒരു സംസ്ഥാനം തന്നെയാണ് നമ്മുടെ രാജസ്ഥാൻ. എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഒരുപാട് സ്ഥലങ്ങളുള്ള സ്ഥലമാണ്. അതിൽ ജയ്പൂർ ഒരു മെയിൻ സിറ്റിയാണ്. ഇതൊക്കെ ശരിക്കും രാജസ്ഥാന്റെ ഓരോ സ്ഥലങ്ങളും കണ്ടു തീർക്കാൻ വേണ്ടി നമുക്ക് 2 ദിവസത്തിൽ കൂടുതൽ വേണം. ജയ്പൂർ, ജോധ്പൂർ, ഉദയ്പൂർ, ജയ്സാൽമേർ ഇത്രയും സ്ഥലങ്ങൾ മെയിൻ സ്ഥലങ്ങളാണ്. ഇവിടെ ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് നല്ല നല്ല പ്ലേസുകളുണ്ട്. അപ്പൊ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സമയം ഒരുപാട് വേണം. രാജസ്ഥാനിൽ ശരിക്കും നമ്മൾ പാക്കേജ് അന്വേഷിക്കുകയാണെങ്കിൽ 10 days 8 days അങ്ങനെയാണ് പാക്കേജ് വരിക. അത്രയും ഇല്ലെങ്കിൽ നമുക്കതൊരു കംപ്ലീറ്റ് ആവില്ല നമ്മുടെ ജേണി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് ജന്തർ മന്ദിറും ഹവാമഹലും നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. നമ്മുടെ ക്യാബ് നമ്മളോട് ഡ്രോപ്പ് ചെയ്ത് നമ്മൾ സമാധാനമായിട്ട് പോയി കണ്ട് തിരിച്ച് ഇതേ പ്ലേസ് തന്നെ വന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അവർ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പം ഇവിടെ ജന്തർ മന്ദിറിൽ നമുക്ക് കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കണം. 55 rupees ആണ് കേട്ടോ ഇന്ത്യൻ സിറ്റിസൺ ഉള്ളത്. പുറത്ത് വിദേശ പൗരന്മാർക്ക് വേറെയാണ്. പിന്നെ സ്റ്റുഡൻസിനാണെങ്കിൽ കുറച്ചും കൂടെ റേറ്റ് കുറവുണ്ട്. അപ്പൊ ഈ ജന്തർ മന്ദിർ എന്ന് പറയുന്നത് ടൈമുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഉപകരണങ്ങൾ വെച്ചിട്ടുള്ള സ്ഥലമാണ്. പണ്ട് കാലത്ത് രാജാക്കന്മാരും ജ്യോതിഷന്മാരും എല്ലാം എങ്ങനെയാണ് സമയവും കാലവും തീയതിയും ഒക്കെ നിശ്ചയിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കുന്ന ഒരുപാട് ഉപകരണങ്ങൾ വെച്ചിട്ടുള്ള സ്ഥലമാണ് ജന്തർ മന്ദിർ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഡൽഹിയോ ഹൈദരാബാദോ വേറൊരു ജന്തർ മന്ദിർ കൂടിയുണ്ട്. പണ്ടുള്ളവർക്ക് ക്ലോക്കിനേക്കാളും അവര് വിനാഴിക, രാഹു, കേതു ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് ഇത്രയും ഉപകരണങ്ങൾ വെച്ചിട്ടാണ്. അപ്പൊ ഇവിടെ ഒരു ഗൈഡൊക്കെ എടുത്തിട്ട് നമുക്ക് വരികയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇതിന്റെ പിന്നിലുള്ള സയൻസ് നമുക്ക് മനസ്സിലാവും. സയൻസ് ഒരു ഫിസിക്സ് ആണ് ഇതെല്ലാം. നമ്മുടെ നിഴൽ വെച്ചിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും എങ്ങനെയാണ് നമ്മുടെ സമയവും കാലവും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് നിഴലാണ്. അപ്പോൾ നമ്മുടെ നിഴൽ വരുന്നതിനനുസരിച്ചിട്ട് എങ്ങനെയാണ് അവർ ഈ സമയം മനസ്സിലാക്കിയിരുന്നത് എന്ന് നമുക്ക് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ നമുക്കത് വേഗം മനസ്സിലാവും. ചില ടീമിനോട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന നമ്മൾ കുറച്ച് നേരം കേട്ടിരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ലാംഗ്വേജിന്റെ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം എല്ലാവരും ഹിന്ദി അറിയുന്നവരായിരിക്കും. ഇംഗ്ലീഷ് അറിയുന്നവർ വളരെ ചുരുക്കമാണ്. അപ്പൊ പുറത്ത് നമ്മൾ ഈ നോർത്ത് സൈഡിലൊക്കെ നമ്മൾ പോകുമ്പോൾ ഹിന്ദി അറിയില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. അത്രയും അവസ്ഥയാണത്. അപ്പൊ നമ്മുടെ ഈ നാട് കേരളത്തിൽ നിന്ന് വരുന്നവർക്കുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ ലാംഗ്വേജ് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിലും അവർ പറയുന്ന എക്സ്പ്ലനേഷൻ നമുക്ക് കൂടുതൽ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഹിന്ദിയിലുള്ള നോളജ് ആവശ്യമാണ്. ഇംഗ്ലീഷ് അറിയാവുന്ന ആൾക്കാർ അവിടെ ഗൈഡായിട്ട് വർക്ക് ചെയ്യുന്നവർ കുറവാണ്. ഇല്ലെന്നല്ല, കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിതൊക്കെ മനസ്സിലാക്കി വെക്കാം. കാരണം ജന്തർ മന്ദിറിൽ ഒരു ഗൈഡ് ഉണ്ടെങ്കിലാണ് നമുക്കിത് കൂടുതലായിട്ട് മനസ്സിലാവും. പക്ഷെ നമുക്കത് ജസ്റ്റ് കണ്ടു അവിടെ എഴുതി വെച്ചിരിക്കുന്നത് നോക്കി മനസ്സിലാക്കാൻ നല്ലതാണ്. ഇതിന്റെ പിറകിലുള്ള സയൻസ് അറിയാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഒരു ഗൈഡിനെ കൂടെ കൊണ്ടുപോകുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ നമ്മൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് എല്ലാ സ്ഥലത്തും റിഫ്രഷ്മെന്റ് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അവിടുന്ന് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ്, കാരണം നല്ല വെയിലായിരുന്നു. നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഈ ഓരോരോ സാധനത്തിന് പിന്നിലും ഓരോരോ കഥകളുണ്ട്. ജന്തർ മന്ദിർ എന്ന് പറയുന്നത് തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള സമയമാണ്. അപ്പൊ നമുക്കത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അവര് പണ്ട് അതിന് എന്ത് വെച്ചിട്ടാണ് അവർ ഇതൊക്കെ ചെയ്തതെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് അറിയാവുന്ന ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ജന്തർ മന്ദിർ കാണുന്നവർക്ക് എങ്ങനെയാണെങ്കിൽ ഗൈഡോ അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു ഗൈഡ് ബുക്ക് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പുറത്തൊരു ഗൈഡ് ഉണ്ട്. അപ്പൊ അത് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണമെങ്കിൽ നമുക്കത് ആ ഗൈഡ് ആദ്യം വാങ്ങിച്ചിട്ട് നമ്മൾ അതും കൊണ്ട് നടന്ന ഓരോന്നും നോക്കുക. അതൊക്കെ നന്നായിട്ട് സമയമുണ്ട്. അതിനോട് വല്ലാതെ ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ ഇത് യൂസ് ആവും. മീൻസ് പഠിക്കുന്നവർക്കും അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് വളരെ യൂസ് ആവുന്ന ഒരു സ്ഥലമാണ് ജന്തർ മന്ദിർ എന്ന് പറയുന്നത്. അപ്പൊ ജന്തർ മന്ദിറിന്ന് കുറച്ച് ദൂരെയുള്ള ഹവാ മഹലിലേക്ക് അപ്പൊ നമ്മൾ അവിടെ നിന്ന് ചോദിച്ചിട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷെ നമ്മൾ വിചാരിച്ചു അവിടെ ഇതുപോലൊരു റിക്ഷ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ എപ്പോഴും രാജസ്ഥാനിലേക്ക് വന്ന സമയം തൊട്ട് കാണുന്നതാണ്, ജയ്പൂർ സിറ്റിയിൽ ഇറങ്ങിയപ്പോൾ തൊട്ട് കാണുന്നതാണ് ഈ ഒരു റിക്ഷ. ഇത് CNGയിലും ഒക്കെ ഓടുന്നുണ്ടെന്നാണ് പറയുന്നത്, പെട്രോളിലും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ റിക്ഷ എന്തായാലും നടക്കാനുള്ള ദൂരമുള്ളൂ. പക്ഷെ നമുക്ക് ഈ റിക്ഷ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ റിക്ഷയിലാണ് ഹവാ മഹലിലേക്ക് പോയത്. ആദ്യം പറയുമ്പോഴേ നമ്മൾ റേറ്റ് ഒക്കെ പറയണം കേട്ടോ, എത്ര രൂപയാകും എന്നൊക്കെ ചോദിച്ചിട്ട് വേണം കയറാൻ. അല്ലെങ്കിൽ അവർ തോന്നിയ റേറ്റ് പറയുന്ന ക്യാബ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഹവാ മഹലിലേക്ക് എൻട്രി ചെയ്യാനും ടിക്കറ്റ് ഉണ്ട്. 55 rupees ആണ്. ഇതുപോലെ സ്റ്റുഡൻസിനും വിദേശ പൗരന്മാർക്കും വേറെ ചാർജാണ്. സ്റ്റുഡൻസിന് കുറവാണ് കേട്ടോ, നമ്മളെ ഇന്ത്യൻ സിറ്റിസണിലെ സ്റ്റുഡൻസിന് കുറവാണ്. അപ്പൊ അവിടെ കിട്ടിക്കഴിയുമ്പം അവിടെ ഇതുപോലെ ഒരു വാട്ടർ ഫൗണ്ടൈൻ ഉണ്ട്. ഈ ചൂടുള്ള സമയത്തും അവിടെ വാട്ടർ ഫൗണ്ടൈൻ ചുറ്റും നല്ല തണുപ്പായിരുന്നു.
പിന്നെ ഹവാമഹലിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ 900-ൽ അധികം ചെറിയ കിളിവാതിലുകളുള്ള ഒരു പ്ലേസ് ആണ് ഹവാമഹൽ. ഹവാമഹൽ മെയിനായിട്ടും പണ്ടത്തെ ഈ രാജാവ് ജയ്സിംഗ് നിർമ്മിച്ചിരിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് പുറത്തിറങ്ങാനുള്ള അനുവാദം പണ്ടുണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ ഉള്ള പോലെയല്ല, പണ്ടുള്ള റെസ്ട്രിക്ഷൻ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പൊ അവർക്ക് സിറ്റി കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ജനലുകൾ അവിടെ കയറി നമ്മൾ കയറി നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെ സിറ്റിയുടെ എല്ലാ ഭാഗവും കാണാൻ പറ്റും. അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് രാജാവ് ഈ ഹവാമഹൽ നിർമ്മിച്ചിരിക്കുന്നത്. ഹവാമഹലിന്റെ വേറൊരു പ്രത്യേകത, ഇത്രയും ജനലുണ്ടെങ്കിലും അവിടെ ജനലുണ്ടെങ്കിൽ തന്നെ അവിടെ എന്തുണ്ടാവും, നല്ല കാറ്റുണ്ടാവും. ഹവ മീൻസ് കാറ്റാണ്. അപ്പൊ നല്ല കാറ്റുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് കൂടിയാണ് ഇതിന് ഹവാമഹലിന് പേര് വന്നത്. പിന്നെ ഹവാമഹലിന്റെ അകത്തുള്ള വ്യൂവിനേക്കാളും എല്ലാവരും കണ്ടിട്ടുണ്ടാവുക, ഹവാമഹൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക അതിന്റെ പുറത്തുള്ള ആ വ്യൂ ആണ്. മീൻസ് ആ റെഡ് കളറിലുള്ള ആ ബ്രിക്കിൽ ചെയ്തിട്ടുള്ള ആ ഒരു സ്ട്രക്ചറാണ് എല്ലാവർക്കും നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ അത് നമുക്ക് പുറത്തിറങ്ങിയിട്ട് നമ്മൾ അതിൻ്റെ വീഡിയോ ഫോട്ടോ എടുക്കാൻ വേണ്ടി വേറെ ചെയ്തിട്ടുണ്ട്. കുറച്ച് അവിടെ കുറച്ച് നല്ല എന്താ പറയുക തിരക്കുള്ള സമയമാണ്. അപ്പം നമുക്ക് പുറത്തുള്ള വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാണ്. ചിലപ്പോൾ എടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഫോട്ടോസിലുണ്ട്, ഞാനത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഇൻസ്റ്റഗ്രാമിലൊക്കെ. അപ്പോൾ അത് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഹവാമഹലിൻ്റെ ഓപ്പോസിറ്റ് കുറച്ച് വലിയ ബിൽഡിംഗ് ഉണ്ട്, എന്താ പറയുക ടാറ്റു കഫേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ കയറി കഴിയുമ്പോൾ അവർ നമുക്ക് 200 രൂപയാണ് ഫുഡ് അടക്കം. അതൊരു കഫേയാണ്. ഫുഡ് അടക്കം നമുക്ക് 200 രൂപ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഫുഡും കിട്ടും, ആ വ്യൂവിൻ്റെ അവിടുത്തെ ഫോട്ടോ എടുക്കുകയും ചെയ്യും. ടാറ്റു കഫേ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അത് ആളുകൾ അത് ചെയ്തിട്ടുള്ളത് ഞാൻ ഇതിന് മുന്നേ നമ്മുടെ രാജസ്ഥാനെ കുറിച്ച് ഇൻട്രസ്റ്റഡ് ആയിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാമിലേക്ക് കയറി ഇതന്നെ നമുക്ക് കാണാൻ പറ്റാം. അപ്പോൾ അതിനകത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളവിടെ കയറി നമുക്കത് വേണോ, 200 രൂപയ്ക്ക് ഒരു ഫോട്ടോ എടുക്കണോ, അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് തോന്നി. പക്ഷെ എനിക്ക് തോന്നുന്നു ലഞ്ച് കഴിക്കാനുള്ള സമയമായി. ഇപ്പം നമുക്ക് അവിടുന്ന് ലഞ്ച് കഴിച്ചെന്ന് വെച്ചാൽ കുഴപ്പമില്ല. നമുക്ക് ഡൗട്ടായി എങ്ങനെ ഉണ്ടാവും ലഞ്ച് എന്ന് അറിയില്ല. പിന്നെ ക്യാബിനോട് ചോദിച്ചാൽ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അപ്പം നമ്മൾ അതുകൊണ്ട് അത് അവിടുന്ന് ഡിനേ ചെയ്യുക ചെയ്തു. പക്ഷെ എനിക്ക് തോന്നുന്നത് നഷ്ടമായിരിക്കില്ല, നമുക്ക് അവിടുന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് ഹവാമാലിൻ്റെ ഫോട്ടോയൊക്കെ എടുക്കാം. പക്ഷെ ഉച്ച സമയം ആയപ്പോഴേക്കും നമ്മൾ വല്ലാതെ, ഈ രാജസ്ഥാൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രാവിലെയൊക്കെ നല്ല തണുപ്പും ഉച്ചയ്ക്ക് നല്ല ചൂടുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതൊരു ടയേർഡ് ആവാൻ തുടങ്ങിയപ്പോൾ വേണ്ട, പെട്ടെന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഇതുപോലെ ഏത് ടൂറിസ്റ്റ് പ്ലേസിൽ പോയിട്ടുണ്ടെങ്കിലും അവിടുത്തേതായിട്ടുള്ള ക്ലാസിക്കൽ പാട്ടുകൾ പാടുന്ന ഒരുപാട് കാണുന്നുണ്ട്. അവർ പൈസയ്ക്ക് വേണ്ടി ശ്രമിക്കും. അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് ആരെങ്കിലും വന്ന് ചോദിക്കുക, അവർക്ക് എന്തെങ്കിലും കൊടുത്താൽ മതി, അതുപോലെ വന്നിരുന്ന് പാടുന്നവരാണ്. പക്ഷെ അത് കേൾക്കാൻ നല്ല രസമാണ്. ആ ഒരു പാട്ടിൽ നമ്മൾ ഏത് സോങ് നമ്മൾ ആ ഒരു പണ്ടത്തെ ഫീൽ, രാജസ്ഥാൻ്റെ ഒരു തനിമ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഡൽഹിയിൽ നമ്മൾ മൊണമെന്റ്സ് കണ്ടിട്ടുണ്ടാകാം, വേറെ ഹൈദരാബാദ് പോലത്തെ മൊണമെന്റ്സ് അവിടെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അതിനേക്കാളും ഒക്കെ ഒരു പ്രത്യേകതയാണ് രാജസ്ഥാൻ എന്ന് വെച്ചാൽ ഇപ്പോഴും ആ ഒരു കൾച്ചർ നമുക്ക് അവിടെ ഫീൽ ചെയ്യും. നമുക്ക് അതിനൊരു അൺടച്ചബിൾ ആയിട്ട് അതിൻ്റെ ആ രാജസ്ഥാനിൻ്റെ പഴയ തനിമ നമുക്ക് എന്തായാലും അവിടെ ഫീൽ ആകും. അതിപ്പോൾ ആരും എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലം തന്നെയാണ് രാജസ്ഥാൻ എന്നാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. അവിടെ തിരക്കുണ്ട്, അധികം വിദേശത്തു നിന്നുള്ളവർ, വേറെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. കേരളത്തിൽ നിന്ന് ഒരാൾ പോകുമ്പോൾ അവരുടെ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ രാജസ്ഥാനിൽ എന്താ ഇത്ര കാണാനുള്ളത് എന്നാണ്. വെറൈറ്റി ഓഫ് ബ്യൂട്ടി എന്തായാലും എനിക്ക് തോന്നുന്നു നമുക്ക് ട്രെയിനിലൊക്കെ പോയിട്ട് സുഖമായിട്ട് പോയി വരാൻ പറ്റുന്ന സ്ഥലമാണ് രാജസ്ഥാൻ. അവിടെ ഫ്ലൈറ്റ് എടുക്കുന്ന സമയത്ത് കുറച്ച് ടിക്കറ്റ് റേറ്റ് കൂടുതലാണ്, അല്ലാതെ നമുക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായിട്ട് പോയി വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് രാജസ്ഥാൻ. 1-2 ദിവസം ട്രെയിൻ ജേർണി വേണം. ട്രെയിൻ ജേർണിക്ക് സഹിക്കാൻ പറ്റുന്നവരാണെങ്കിൽ പോയിട്ട് വരാം. AC ഒക്കെ ഇട്ട് പോകണേ പ്രശ്നം. നമ്മളിപ്പോൾ അങ്ങനെയാണ് ചെയ്തത്. പക്ഷെ എന്നാലും ഞാൻ ട്രെയിൻ അത്ര പ്രിഫർ ചെയ്യുന്നില്ല. ലാസ്റ്റ് ഫൈനലാണ് ഈ ട്രെയിൻ യാത്ര എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. കാര്യം നമുക്ക് ഇവിടെ റെയിൽവേയായിട്ട് നോർത്തിലേക്കൊക്കെ പോകുകയെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. തിരിച്ച് നമ്മൾ ജയ്സാൽമേറിൽ നിന്ന് തിരിച്ച് ഡൽഹിക്കായിരുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര ഹൊറിബിളായിരുന്നു. എനിക്ക് ക്ലീൻലിനെസ് ആണ് പ്രധാന പ്രശ്നം, ബാക്കിയൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഇതുപോലെ രാജസ്ഥാൻ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് എന്തായാലും ഒരു ദിവസമല്ല 10 ദിവസം എടുത്ത് കാണേണ്ട സ്ഥലമുണ്ട്. അപ്പം നമ്മൾ 5 ഡേയ്സ് ഒരിക്കലും. അപ്പം ഇതാണ് ഹവാമഹൽ ഫ്രണ്ട്. ഉച്ചയായതുകൊണ്ടാണ് കുറച്ച് ബ്ലറായിരിക്കുന്നത്, മൊത്തത്തിൽ മെയിനായിരുന്നു. അപ്പോൾ ഹവാമഹലിൻ്റെ നൈറ്റ് വ്യൂ കാണാൻ നല്ല രസമുണ്ട്. ഞാൻ വീഡിയോസിലൊക്കെ കാണാൻ, പക്ഷേ എനിക്ക് മിസ്സായി. രാത്രി നമുക്കത് അറിഞ്ഞില്ല നൈറ്റ് വ്യൂവിൽ ഇത്ര ലൈറ്റൊക്കെ കാണാൻ ഭംഗിയുണ്ടാവുന്നു. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ അവിടെ നാഗർ ഫോർട്ട് ടിക്കറ്റ് നമ്മൾ ആദ്യം സിറ്റി പാലസിനെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവരോട് പറഞ്ഞിട്ട് നാഗർ ഫോർട്ടിലേക്ക് പോയി. നാഗർ ഫോർട്ടിൻ്റെ ഒരു പ്രത്യേകത, വെയിറ്റ് എനിക്കിപ്പോൾ ഓർമ്മയില്ല,
എത്രയോ ടൺ വെയിറ്റ് ഉള്ള ഒരു പീരങ്കി ഇപ്പോഴും അവിടെ. ഫോർട്ട് പണ്ട് രാജാക്കന്മാർ എന്തിനായിരുന്നു യൂസ് ചെയ്തതെന്ന് വെച്ചാൽ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവരുടെ സിറ്റിയിലേക്ക് ആര് കിടക്കുന്നു, സിറ്റി മുഴുവൻ ഇവിടുന്ന് കാണാൻ പറ്റും. അവരുടെ സിറ്റിയിലേക്ക് ആര് കിടക്കുന്നോ അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഫോർട്ടുകൾ യൂസ് ചെയ്യുന്നത്. അപ്പം അതിനായിട്ടുള്ള ജനലുകളും ചെറിയ ചെറിയ ഓരോരോ ഈ പീരങ്കികളൊക്കെ വെക്കാനുള്ള ഓരോ സ്ഥലങ്ങളും അവിടെ ഉണ്ട്. അപ്പം അത്രയും എത്രയോ ടൺ വെയിറ്റ് ഉള്ള ഒരു പീരങ്കി അവിടെ ഉണ്ട്. അത് നമ്മൾ അവിടെ നിന്ന് കണ്ടു. എല്ലാ സ്ഥലത്തും ഫോർട്ടുകൾ ഒരുവിധം ഒരേപോലെയാണ്. മീൻസ് ഏതെങ്കിലും ഒരു ഫോർട്ട് നമ്മൾ ഇതിന് മുന്നേ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം അത് എല്ലാ സ്ഥലത്തും ഗോവയിൽ പോയപ്പോൾ ഫോർട്ട് കണ്ടിട്ടുണ്ട്, അതും ഇതുപോലെയാണ്. അപ്പം ഫോർട്ടിന്റെ അവിടെ പോയി കഴിഞ്ഞാൽ നല്ല കാറ്റാണ്, നല്ല ക്ലൈമറ്റ് ആണ്. അപ്പം എല്ലാ സ്ഥലത്തുള്ള ഫോർട്ടും ഒരുപോലെയാണെന്ന് എനിക്ക് തോന്നുന്നത്. വളരെ സ്പെഷ്യാലിറ്റി ഉണ്ട് എന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷെ അവിടുന്ന് വേറൊരു അട്രാക്ഷൻ കണ്ടത്, ആ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ജൽമഹൽ കാണാൻ പറ്റും. ഫസ്റ്റ് ഡേ നമ്മൾ പോയില്ലേ, ആ ജൽമഹലിന്റെ വ്യൂ അവിടെ കാണാൻ പറ്റും. അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. വെള്ളത്തിൽ നിൽക്കുന്ന ജൽമഹൽ എപ്പോഴും അട്രാക്റ്റീവ് ആണ് കേട്ടോ. അതെങ്ങനെയാണ് അത് നമ്മൾ അവിടെ ചെയ്തത് നമ്മൾ ഒരുപാട് സംശയിക്കും. എങ്ങനെയാണ് ഈ സ്ട്രക്ചർ അതിനുള്ളിൽ നമ്മൾ പണിതെടുത്തത്. നമ്മൾ ഡാമൊക്കെ നമ്മൾ ഉണ്ടാക്കി, പക്ഷെ ഒരു താമസിക്കാനായിട്ട് ഒരു മഹൽ അവിടെ തീർത്തിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ പണ്ടത്തെ ആർക്കിടെക്ചേഴ്സിന്റെ കാര്യം എന്ന് ആലോചിച്ചപ്പോൾ ഇതൊരു ഇൻക്രെഡിബിൾ അല്ലേ. നമ്മുടെ ഇന്ത്യ ഇൻക്രെഡിബിൾ ആണ്, സത്യമാണ്. നമ്മുടെ ഇന്ത്യയുടെ ഓരോ സ്ട്രക്ചറും ഓരോ കൾച്ചറും അതിൻ്റെ ഒരു ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് വളരെ വലുതാണ്. സോ നമുക്കിതൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ഏറ്റവും വാസ്റ്റ് വെറൈറ്റി ഓഫ് ഐഡിയാസ് ഉള്ള സ്ട്രക്ചേഴ്സുള്ള ഒരു നാടായിരിക്കും ഇന്ത്യ. സോ താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.